അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ കോട്ടയിൽ എവിടെയോ ആർ ശ്രീത്ത് നിപ്പുണ്ട്. നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ശ്രീത്തയുടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീത്ത്, ആർ ശ്രീത്ത് ഇവിടെ ഇന്നിപ്പോൾ കുട്ടിക്കലാശമാണ്. കുട്ടിക്കലാശം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതൊരു ഡബിൾ സ്ട്രോങ് ആണ്. ഇതിന്റെ ഒരു ഇരട്ടി സ്ട്രോങ്ങിൽ കട്ടക്ക് പിടിക്കില്ല എന്ന് കുട്ടിക്കലാശം. ശ്രീത്ത്, തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആവേശമാണ് പ്രചരണത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രകടമായത്. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം. ആ പ്രചാരണത്തിൽ കണ്ട ട്വിസ്റ്റുകളും സസ്പെൻസുകളും നിറഞ്ഞ ആ പ്രചാരണത്തിന്റെ ആവേശം കൊട്ടിക്കലാശ ദിവസവും ആവർത്തിക്കാനാണ് മൂന്ന് പ്രധാന മുന്നണികളുടെയും തീരുമാനം. ഉച്ചയോടുകൂടി നഗരം BJP, LDF അതോടൊപ്പം തന്നെ UDF പ്രവർത്തകരെ കൊണ്ട് നിറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ രാവിലെ CPIM-ന്റെ ഒരു പ്രക്ഷോഭ പരിപാടി ഇവിടെ കളക്ടറേറ്റിലേക്ക് നടക്കുന്നുണ്ട്. ഈ വോട്ടർ പട്ടികയിലെ വ്യാജന്മാരെ കണ്ടെത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ലെങ്കിൽ സമരം നടത്തുമെന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ CPM ആഗ്രഹിച്ച ഒരു നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ 10 മണിക്ക് CPIM-ന്റെയും LDF-ന്റെയും പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. അപ്പോൾ കൊട്ടിക്കലാശ ദിവസം ഒരു പ്രക്ഷോഭത്തിന്റെ ദിവസം കൂടിയാക്കി മാറ്റുകയാണ് LDF. എന്നാൽ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ രാവിലെ മുതൽ തന്നെ ഈ പ്രചരണ പരിപാടികൾ, ഗൃഹസമ്പർക്കം അടക്കമുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ മേഴ്സി കോളേജിന്റെ സമീപത്ത് നിന്നാണ് ഈ NDAയുടെ കൊട്ടിക്കലാശത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. UDF-ന്റെ റോഡ് ഷോയും യാക്കര ഭാഗത്ത് നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കും. LDF 4 മണിയോടെയാണ് സുൽത്താൻപേട്ടയിൽ നിന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് റോഡ് ഷോ നടക്കുന്നത്. ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു 3 റോഡുകൾ വന്നു കയറുന്ന സ്ഥലമാണ്, ഒരു ട്രൈ ജംഗ്ഷൻ എന്ന് പറയാവുന്ന സ്ഥലമാണ്. അവിടെ 3 റോഡുകൾ ഓരോ പാർട്ടികൾക്ക്, ഓരോ മുന്നണികൾക്കായി നൽകി കൊട്ടിക്കലാശം ആവേശകരമായി തീരുന്നതാണ് പാലക്കാട്ടെ പതിവ് ദൃശ്യം. ആ ദൃശ്യങ്ങൾ ഇന്നും ആവർത്തിക്കും. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസത്തെ ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഓക്കെ ഹർഷീത്ത്, ഇപ്പോൾ എന്തായാലും കുട്ടിക്കലാശം നേരത്തെ തനേഷ് തമ്പി, ഇപ്പോൾ ഹർഷീത്തൊക്കെ പറയുന്നത് പോലെ പാലക്കാട് ഇതുവരെ കണ്ട ഏറ്റവും വലിയ ആവേശത്തിന്റെ കുട്ടിക്കലാശമാകും കാണുക.